അസ്സലാമു അലൈക്കും. ജീവിതത്തിൽ അപ്രതീക്ഷിത വഴിതെറ്റലുകൾ ഉണ്ടാകുമ്പോൾ പാതി വഴിയിൽ നാം നിന്നു പോകരുത്. ജീവിതം ഒരിടത്തും നിർത്തിക്കിടക്കുന്ന ഒരു യാത്രയല്ല. പാതി വഴിയിൽ അപ്രതീക്ഷിതമായി വഴിതെറ്റലുകൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ നമ്മെ തേടി വരാം. അതുപോലുള്ള ദുഃഖങ്ങളും അസ്വസ്ഥതകളും നമ്മെ തളർക്കാൻ ഇടയാക്കാം. പക്ഷേ നാം തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും വളരാനും വേണ്ടിയാണത്. അതിനാൽ പാതി വഴിയിൽ നിന്നും ഒറ്റയടി പോലും വിട്ടുപോകരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ നിരവധി വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. കുടുംബ തകർച്ചകൾ, സാമൂഹിക പ്രതിസന്ധികൾ, വ്യക്തിഗത തകർച്ചകൾ. പക്ഷേ നബിയെ തടയാനായില്ല. പ്രവാചകൻ തൻ്റെ ദൗത്യം പൂർത്തിയാക്കാൻ ദൃഢനിഷ്ഠമായി നിന്നു. ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് വഴിതെറ്റലുകൾ അല്ലെങ്കിൽ ദുരിതങ്ങൾ ഒരു അവസാനമല്ല. അത് അള്ളാഹു നമ്മെ കൂടുതൽ ശക്തനാക്കി വളരാൻ നൽകുന്ന പരീക്ഷണങ്ങളാണ്. എന്താണ് നമുക്ക് ജീവിതത്തിൽ വരുന്ന അപ്രതീക്ഷിത വഴിതെറ്റലുകൾ? ജോലി നഷ്ടപ്പെടൽ, ആരോഗ്യ പ്രശ്നങ്ങൾ, ബന്ധുക്കളുമായി പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മാനസിക സമ്മർദ്ദങ്ങൾ തുടങ്ങിയവയെല്ലാം ഒരു വഴിതെറ്റലുകൾ പോലെയാണ്. പക്ഷേ ഇതൊക്കെ വരുമ്പോഴും നാം അള്ളാഹുവോട് തളരാതെ അടുത്തു തന്നെ തുടരണം. അള്ളാഹുവിൻ്റെ കരുണയിൽ വിശ്വാസം വെക്കുക. ഖുർആനിൽ പറയുന്നു, നിശ്ചയമായും അള്ളാഹു പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടി സഹനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നാം ജീവിതത്തിൽ ഏതൊക്കെ പ്രതിസന്ധികളും നേരിട്ടാലും അള്ളാഹുവിൽ വിശ്വാസം ഉള്ളവരാണെന്നെങ്കിൽ നിങ്ങൾ ഉറപ്പായും വിജയം നേടും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വഴിതെറ്റൽ സംഭവിച്ചാൽ അത് അവസാനമല്ല, ഒരു പുത്തൻ തുടക്കം നമുക്ക് അള്ളാഹു നൽകിയതിൻ്റെ തെളിവാണ്. വീണ്ടും അവിടെ നിന്ന് പുനരാരംഭിക്കണം. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവണം. പിഴവുകൾ എന്നത് മനുഷ്യ സ്വഭാവമാണ്. എന്നാൽ പുനരാരംഭിക്കാൻ ഒരിക്കലും വൈകരുത്. ധൈര്യവും ക്ഷമയും വിജയത്തിൻ്റെ വഴികളാണ്. പാതി വഴിയിൽ വീഴാൻ പാടില്ല. ഒറ്റയടി പോലും വീണുപോകാതെ അള്ളാഹുവിൻ്റെ വാക്കുകളോടൊപ്പം അള്ളാഹുവിൻ്റെ ശക്തിയിൽ വിശ്വാസം വെച്ച് പുതിയ തുടക്കങ്ങളിലേക്ക് ഉയരുക. വഴിതെറ്റലുകൾ നിന്റെ അവസാനമല്ല. അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും വീണ്ടും ഉയരുക. തീർച്ചയായും നീ വിജയിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.